നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതായി കോസൈൻ റൂൾ നോക്കിക്കോ. നിങ്ങൾക്ക് സി കിട്ടി, L1 കിട്ടി, L2 കിട്ടി. ഓക്കെ, അപ്പം ഞാൻ അതിനെ വരച്ച് കാണിച്ചു തരാം. പച്ച കളർ വെച്ചിട്ട് L1 കിട്ടി, L2 കിട്ടി, സിയും കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ഏത് ആംഗിൾ കിട്ടണമെങ്കിൽ കോസ് എ എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോസ് എ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? കോസ് എ എന്ന് പറയുന്നത് ഒന്നുകിൽ B² C² മൈനസ് A². ഓക്കെ, ഇങ്ങനെ കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് A². പിന്നെ 2BC, 2 എന്ന് പറയുമ്പോൾ ബിയും 2 ഇൻറ്റു BC, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്താൽ എങ്ങനെ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ഇവിടെ θ2 ഓപ്പോസിറ്റ് എന്താണ്? ഇവിടെ θ2 ഓപ്പോസിറ്റ് എന്താ? L1 L2² സോറി ഇത് C ആണ്. അപ്പം നമുക്ക് എഴുതാം L1² L2² മൈനസ് C². ഓക്കെ, ബൈ 2 ഇൻറ്റു L1 ഇൻറ്റു L2. അപ്പം കോസ് ഓഫ് θ2, അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. കോസ് ഓഫ് θ2 എന്ന് പറയുന്നത് 2L1 L2 കോസ് സംഭവം. അങ്ങനെ നമുക്ക് ഈ θ2 എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് ഇത്രയും സാധനം, ഇതിൻ്റെ ഇൻവേഴ്സാണ്. ഇപ്പം ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് θ2 കിട്ടി. ഓക്കെ, സംഭവം മനസ്സിലായോ? θ2 കിട്ടി. അപ്പം എന്തിട്ട് θ1 കിട്ടി, പിന്നെ θ2 കിട്ടി എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ റോബോട്ടിൻ്റെ കേസ്. നമ്മുടെ റോബോട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്ലെയിൻ മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതൊന്ന് ഈ സംഭവം കോസൈൻ റൂൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കാനുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ റോബോട്ടിൻ്റെ ഒരു ആക്സസ് എക്സ് വൈ ഇസഡായിട്ട് എടുത്താൽ ഈ രീതി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സും വൈയും ഇത് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിക്കോ, ഇത് ഈ എക്സ് നോക്കിക്കോ, ഈ എക്സും ഈ വൈയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ലിങ്ക് കിടക്കുന്നത്, ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊരു താഴോട്ട് XY പ്ലെയിനിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലെയിൻ കിട്ടും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളിത് ഈ സംഭവം ചെയ്തേക്കുന്നത് ഈ ലിങ്കിൻ്റെ ഈ ലിങ്ക് ഉദ്ദേശിച്ച സെക്കൻഡ് ലിങ്ക്. ഓക്കെ, ഇത് സെക്കൻഡ് ലിങ്കിനാണ്. ഫസ്റ്റ് ലിങ്കാണ് ഇത് ഈ സാധനം. ഓക്കെ, അതാണ് ഫസ്റ്റ് ലിങ്ക്. ഫസ്റ്റ് ലിങ്കിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ? ഫസ്റ്റ് ലിങ്കിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലിങ്കിൻ്റെ അതേ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ? ഈ നോക്കാം ഈ എക്സും വൈയും നോക്കിക്കേ, അതേ കണക്കല്ലേ കിടക്കുന്നത്. ഈ എക്സും വൈയും ടോപ്പിൽ കിടക്കാണെന്ന പോലെ കണ്ടു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, സ്ട്രെയിറ്റ് ലൈനിൽ ഈ X, Y എന്ന് വരച്ചു, അതിൻ്റെ എൻ്റെ എഫക്ട് X, Y നമുക്ക് എക്സും വൈയും കിട്ടി. അപ്പോൾ ഒരു θ1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ കിട്ടി θ1. അപ്പം അത് നമുക്ക് θ1 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് Y/X ആണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാലോ. Y/X ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് പറയുമ്പോൾ എന്താണ്? നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടും, അതിൻ്റെ ആംഗിൾ കിട്ടണം. അതാണ് കോർഡിനേറ്റ്സ് Y/X കിട്ടും. ഓക്കെ, Y/X നമ്മൾ നേരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ θ1 കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സാധനം വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുതിയൊരു ആക്സസ് ക്രിയേറ്റ് ചെയ്തു. അത് N എന്ന് പറഞ്ഞ ആക്സസാണ്. ഈ N-ഉം Z-ഉം തമ്മിലുള്ള അടുത്ത പ്ലെയിനിലാണ്. കാര്യം ഇങ്ങനെയല്ല റോബോട്ടാണ് കിടക്കുന്നത്. അപ്പം Z-ഉം നിങ്ങൾക്ക് ഈ പ്ലെയിൻ നോക്കിക്കോ, ZN പ്ലെയിൻ. ഓക്കെ, എന്ന് പറയുമ്പോൾ Z ഇത് N ഇത്. ഓക്കെ, ZN പ്ലെയിൻ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതേ കണക്ക് കിടക്കും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ ഒരു ZN പ്ലെയിൻ എന്നുള്ള സ്ട്രക്ചർ കിടക്കും. നമ്മുടെ റോബോട്ടാൻ്റെ ലിങ്ക് ഇങ്ങനെ. അപ്പം നമ്മുടെ L1 ഇങ്ങനെ, L2 ഇങ്ങനെ. അപ്പം നമുക്കൊരു ആംഗിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ θ2 വന്നു. അപ്പോൾ നമുക്ക് Z1 ഉണ്ട്. Z1 എന്താണെന്ന് നമുക്ക് റോബോട്ടിൻ്റെ ഒരു ഫിസിക്കലി ഒരു ഹൈറ്റ് മുകളിലാണ് കിടക്കുന്നത്. Z1 എന്ന് പറയുമ്പോൾ സംഭവം അതാണ് സംഭവം. Z1 ഒരു ഒക്കത്ത് ഹൈറ്റിലാണ് Z1 കിടക്കുന്നത്. പിന്നെ X² + Y² എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. ഈ N ആക്സിൽ കിടക്കുന്ന അതുകൊണ്ട് ഈ അറ്റം വരെയുള്ള റോബോട്ടിൻ്റെ ഹൈറ്റ് നമുക്ക് മറ്റേ ട്രിഗണോമെട്രി വെച്ച് പൈതഗോറസ് തിയറം വെച്ച് കിട്ടിയിട്ടുണ്ട്. X² + Y² കിട്ടിയിട്ടുണ്ട്, അതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ C കിട്ടിയിട്ടുണ്ട്. അപ്പം C അപ്പം നമുക്ക് കോസൈൻ റൂൾ വെച്ചിട്ട് L1 L2 Cയും കിട്ടി. അപ്പോൾ കോസൈൻ റൂൾ വെച്ചിട്ട് θ2 ആണ് കണ്ടുപിടിക്കേണ്ടത്. θ2 എന്ന് പറയുന്നത് ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ. അപ്പോൾ θ2 കിട്ടി. θ2 എന്ന് പറയുന്നത് കോസ് ഓഫ് θ2 കോസൈൻ റൂൾ ഉപയോഗിക്കാൻ നേരത്ത് ട്രയാങ്കിളിൽ 3 സൈഡും അറിയാമെങ്കിൽ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കോസൈൻ റൂൾ. കോസൈൻ റൂൾ പ്ലസ് ടു പഠിച്ചാണ്. കോസ് θ2 = L1² + L2² - C², 2 × L1 L2. അപ്പം ഇത് മനസ്സിലായവർ ഇക്വേഷൻ പേപ്പറിൽ എഴുതിയിട്ട് നാളെയായിട്ട് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളിത് കണ്ടെന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വ്യത്യാസം മനസ്സിലാക്കിയത് നിങ്ങൾ ടാസ്ക് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് എഴുതി ഒരു പേപ്പർ ഇട്ടിട്ട് അത് ടാസ്കായിട്ട് അപ്ലോഡ് ചെയ്യണം. എന്താ ഉദ്ദേശിച്ചത്, എന്താണെന്ന് വെച്ചത്. അതാണ്. ശരി, താങ്ക് യു.